അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു നൈറ്റ് സ്റ്റഡി വ്ളോഗായിട്ടാണ്. സാധാരണ ഇങ്ങനെ പഠിക്കലൊന്നുമില്ല, ഇന്നിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ നൈറ്റ് സ്റ്റഡി വ്ളോഗ്, ഒരു സ്റ്റഡി വ്ളോഗ്, ഹോളിഡേ റുട്ടീൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും സ്റ്റഡി റുട്ടീനുള്ള വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഒരു സ്റ്റഡി വിത്ത് മീ. അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഫസ്റ്റ് എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന സംഭവം വെള്ളം എടുത്ത് വെക്കുകയാണ്. കാരണം പഠിക്കുന്നതിനിടയ്ക്ക് എനിക്ക് വിശപ്പ്, ദാഹം ഇതൊക്കെ ഭയങ്കര വിശപ്പായിരിക്കും. ഈ സമയത്ത് ഇതുവരെ ഒന്നും തിന്നിട്ടില്ലേ പോലും ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര വിശക്കും, ദാഹിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരു വെള്ളം സൈഡിൽ എന്തായാലും എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ബുക്സ്, അതുപോലെ തന്നെ പെന്ന്, പെൻസിൽ, അങ്ങനത്തെ ചില സ്റ്റേഷനറി ഐറ്റംസും വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ബയോളജിയാണ്. കാരണം നമ്മുടെ എക്സാം വരാനായിട്ടുണ്ട്, 27-ന് എക്സാം തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് പഠിച്ച് തുടങ്ങാമല്ലോ, പഠിക്കാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ബയോളജിയിൽ 3 ചാപ്റ്റർ ഉണ്ട് പഠിക്കാനായിട്ട്. അതിൽ ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ സെല്ലാണ്. സെക്കൻഡ് ചാപ്റ്ററാണിത്. ഭയങ്കര ടഫല്ല, എന്നാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സെല്ല്. അപ്പോൾ ഞാൻ അതുതന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സെല്ല് ഓൾറെഡി കുറച്ച് പഠിച്ചതാണ്, പക്ഷേ അതാണ് നിങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണാൻ ഓൾറെഡി കുറച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി പഠിച്ചായിരുന്നു. അത് മിസ്സ് ഫസ്റ്റ് 4 പേജ് മാത്രമേ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് 4 പേജ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ പഠിച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം ബാക്കി മിസ്സ് ടെസ്റ്റ് വെച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ്, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് നാളെ ആകുമ്പോൾ എനിക്ക് ആ ചാപ്റ്റർ ഫുള്ള് തീർക്കാം. ഇപ്പം എന്തായാലും ഇന്ന് എനിക്ക് ആ ചാപ്റ്റർ എന്തായാലും തീരില്ല. അതുകൊണ്ട് ഞാനിപ്പം ഇതുവരെ എടുത്തതൊന്ന് റിവൈസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിലേക്ക് എഴുതി. കാരണം ഇതൊക്കെ സ്കൂൾ തുറന്നപാടുണ്ടായൊരു ടെസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് ഓർമ്മയൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, സെക്കൻഡും തേർഡും ഫോർത്താണ് എടുത്തത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ടെസ്റ്റ് ഫസ്റ്റ് ഒരു പോർഷൻ മിസ് ഇങ്ങനെ ടെസ്റ്റ് വെച്ചതേ ഉള്ളൂ. പിന്നെ മിസ് പോർഷൻസൊക്കെ എടുക്കാനായിട്ട് ഓടിയതുകൊണ്ട് തന്നെ മിസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് പഠിച്ചിട്ട് ജസ്റ്റ് ഞാൻ പഠിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നല്ലോണം പഠിച്ചിട്ടൊന്ന് നമ്മളൊരു റഫ് ബുക്കിൽ എഴുതി വെച്ചു. കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പം ഒരു ടിപ്പാണ് കേട്ടോ, നമ്മളിങ്ങനെ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ചില പോയിൻറ്റ്സോ അല്ലെങ്കിൽ ഈ പാരഗ്രാഫ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ സോഷ്യൽ സയൻസ് അങ്ങനത്തെ ടൈപ്പൊക്കെ സബ്ജക്ട്സ് പഠിക്കാനായിട്ടുള്ള ട്രിക്കാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഒരു ചാപ്റ്റർ എഴുതി നമ്മൾ ഓർമ്മയുള്ള പോയിൻറ്റ്സൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൽസ് എന്നാണെങ്കിൽ സെൽസ് ആർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെൽസ്. പിന്നെ ഞാൻ പഠിച്ചൊരു ടോപ്പിക്ക് മൈക്രോസ്കോപ്സ് ആയിരുന്നു. അപ്പോൾ 3 ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ്, അതിലെത്ര മാഗ്നിഫിക്കേഷൻ പവർ ഉണ്ട്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മളെ കൺവീനിയൻസ് നമുക്ക് മനസ്സിലായാൽ മതി, വേറെ ആർക്കും മനസ്സിലാവണമെന്നില്ല. ഇംഗ്ലീഷ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് അത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ ഒരു നോട്ട് നമ്മളൊന്ന് എഴുതിയെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ 4 പേജിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയ നോട്ട്. അപ്പോൾ ഇതെനിക്ക് ആ എക്സാമിന് വായിച്ച് പോകാമെന്നുണ്ടെങ്കിൽ എനിക്ക് മേജർ പോയിൻറ്റ്സ് എല്ലാം ഓർമ്മ ഉണ്ടാവും. പിന്നെ ഞാനത് കണക്ട് ചെയ്ത് എനിക്ക് എക്സാമിന് ഫുള്ളായിട്ട് ആ ഒരു ആൻസർ തന്നെ എഴുതിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈ സയൻസിനാണ് മെയിനായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഫിസിക്സിനൊന്നല്ല ഞാൻ പറയുന്നത്. ബയോളജി, പിന്നെ കെമിസ്ട്രി, ചില ചാപ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യും. ഈ തിയറി ബേസ്ഡ് ചാപ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യും. ഈ ന്യൂമറിക്കൽസ് ഉള്ളതിനൊന്നും ഈ ഒരു ട്രിക്ക് മാച്ച് ആവില്ല. പിന്നെ ജോഗ്രഫി, ഹിസ്റ്ററി ഇതിനൊക്കെ നല്ല മാച്ചാവും. പിന്നെ പറയുന്നത് ഈ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഇതൊക്കെ പഠിക്കാനുള്ളൊരു ട്രിക്ക് എന്ന് വെച്ചാൽ ഈ നമ്മൾ മലയാളം പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം വായിക്കുക. കാരണം ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്കിപ്പം മെയിനായിട്ട് 9th സ്റ്റോറീസാണ് പഠിപ്പിക്കുള്ളൂ, പോയംസ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റോറി നല്ലോണം ഒന്ന് വായിച്ച് നമ്മൾ ഒരു സ്റ്റോറി നമുക്കൊരു മനസ്സിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കാണ്, ഇതൊരു വർക്ക് ബുക്കാണ്. ഇതിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ഈ
ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല ഈ സെറ്റിങ്, പിന്നെ സ്റ്റോറീസിൻ്റെ സെറ്റിങ്, അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാവും. ഈ ബുക്ക് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും. ഇനി ഈ ബുക്ക് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു നമ്മൾ പഠിക്കുന്ന ബുക്കിൻ്റെ സമ്മറൈസ്ഡ് വേർഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല വെച്ചാൽ നമ്മൾ ഈ ChatGPTനോടോ ജെമിനിനോടോ ചോദിച്ചാൽ അതിൻ്റെ സമ്മറി പോലെ നമുക്ക് കിട്ടും ആ ഒരു ബുക്കിൻ്റെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതൊന്ന് പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെയാണ് മലയാളവും ഇംഗ്ലീഷും പഠിക്കാറുള്ളത്. ഇതുപോലെ എനിക്ക് ഹിന്ദിയില്ല, ഹിന്ദി ഉള്ളപ്പോൾ ഞാനൊരു ഡബിൾ മീനിങ് ആയിട്ടാണ് പഠിക്കാറുള്ളത്. ഇപ്പോൾ കോയി ബാത്ത് നഹി, കോയി കുളിക്കാറില്ല, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഹിന്ദിയൊക്കെ. ബട്ട് എനിക്ക് ഹിന്ദി അത്ര പിടിക്കാൻ, സത്യം പറഞ്ഞാൽ മലയാളത്തിനെക്കാട്ടും ബെറ്റർ ഹിന്ദിയാണ്, പഠിക്കാനൊക്കെ സിമ്പിൾ ഹിന്ദിയൊക്കെ തന്നെയാണ്. ബട്ട് എനിക്ക് ഹിന്ദീൻ്റെ ഒരു പിടുത്തം കിട്ടില്ല. എനിക്ക് ഹിന്ദി ഒരു ലെറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റി എനിക്ക് തീരെ അറിഞ്ഞൂടാത്തൊരു ലാംഗ്വേജാണ് ഹിന്ദി. അപ്പോൾ ഞാൻ ഹിന്ദി എടുത്തില്ല, വെറുതെ നിന്നിട്ട് നമ്മൾ 10th മാർക്ക് വാങ്ങാൻ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് മലയാളമായിരുന്നു, അതുകൊണ്ടാണ് മലയാളം എടുത്തത്. പിന്നെ ഇംഗ്ലീഷൊക്കെ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക. ഇംഗ്ലീഷ് ഇതിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു വർക്ക് ബുക്കാണ്, അത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കാം. പിന്നെ നമ്മുടെ മാത്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി എഴുതി പഠിക്കണം. ഡെയിലി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ന്യൂമറിക്കൽസ് ഉണ്ടാവും. ഫിസിക്സും മാത്സൊക്കെ ഡെയിലി എഴുതി പഠിക്കണം. ഫിസിക്സ് തിയറി ബേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കാം, സയൻസൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എഴുതി പഠിക്കുക തന്നെ വേണം. എന്നാലേ നമുക്കത് തലയിൽ നിൽക്കുള്ളൂ. എത്ര വായിച്ച് നോക്കിയാലും, എത്ര നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓ ഇത് നമ്മൾ പഠിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് നമ്മൾ എത്ര നോക്കിയാൽ നമുക്ക് ആ ഒരു ആൻസർ കിട്ടാൻ മതി. അപ്പം നിങ്ങൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ എന്തായാലും എഴുതിയിട്ട് തന്നെ പഠിക്കാം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഇപ്പം നമുക്ക് മെയിനായിട്ട് തിയറി ബേസ്ഡും അല്ല, എന്നാൽ ന്യൂമറിക്കൽസ് നമുക്ക് പ്രോഗ്രാംസാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ആ ഒരു ഇത് വെച്ച് പഠിക്കാം. ഞാൻ കമ്പ്യൂട്ടർ സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വ്ളോഗ് ഇടും, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.